Hi friends, Electronics Malayalam tutorialലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 15 രൂപയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു LED ബൾബിനെ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ എന്ന് പറയുന്നത് ഒന്ന് സോൾഡറിങ് അയൺ ആണ്. ഇലക്ട്രോണിക്സിലെ എല്ലാ കമ്പോണൻസുകളും ഫിക്സ് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഘടകമാണ്. ഈ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് നമ്മൾ കമ്പോണൻസ് ഊരാനും ഫിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ലെഡ് അല്ലെങ്കിൽ സോൾഡർ എന്ന് പറയുന്നത്. ഇതാണ് ആവശ്യമുള്ളതൊന്ന്. പിന്നൊന്ന് ഒരു LED ബൾബ്, ഒരു ഡാമേജ് ആയിട്ടുള്ള LED ബൾബ് ഉണ്ടായാൽ മതി. കൂടാതെ വേണ്ടത് LED ബൾബിൻ്റെ ബോർഡാണിത്. ഈ ബോർഡിനെ നമുക്ക് മാർക്കറ്റിൽ 15 രൂപയ്ക്ക് ഇലക്ട്രോണിക്സ് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് 9 വാട്ടിൻ്റെ ബോർഡാണ്. ഇതിങ്ങനെ പല വാട്ടിലുള്ള ബോർഡുകളുണ്ട്. ഓരോ വാട്ടിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേണ്ടത് 2 വയർ, ഒരു സ്ക്രൂ ഡ്രൈവർ. ഇത്രയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബൾബിനെ നന്നാക്കിയെടുക്കാം. ചെയ്യേണ്ട മെത്തേഡ് നോക്കാം. ആദ്യം വേണ്ടത് ബൾബിനെ പൊളിച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് പശയുണ്ടാവും ഉള്ളിൽ. ആദ്യം അഴിച്ചത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടില്ലാതെ അഴിക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 സ്ക്രൂകൾ കൊടുത്തിട്ടുണ്ട്. ആ 2 സ്ക്രൂ അഴിച്ച് ബോർഡിനെ അതിൽ നിന്ന് ഫ്രീ ആക്കണം. സ്ക്രൂ അഴിച്ചു. ഇനി വേണ്ടത് ഈ ഒരു മെറ്റൽ കേസ്. കുറച്ച് നല്ല LED ബൾബുകളിൽ മാത്രമാണ് ഇങ്ങനത്തെ മെറ്റൽ കേസൊക്കെ ഉണ്ടാവുക. ഇത് സൂര്യ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതല്ലാതെ ലോക്കലായിട്ട് കിട്ടുന്ന LED ബൾബുകൾക്ക് ഈ മെറ്റൽ പ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. മുകളിൽ ജസ്റ്റ് LED വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഈ മെറ്റൽ പ്ലേറ്റിനെ ഇവിടുന്ന് ഊരിയെടുക്കണം. ഇത് തിക്കി കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നോക്കുക. ഉൾഭാഗത്തൊരു ബോർഡുണ്ട്. ആ ബോർഡിനൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. അതിനൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് സോൾഡർ ചെയ്ത ഭാഗമുണ്ട്. ഈ ഭാഗത്തൊന്ന് അയണിനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ പോയിന്റിൽ കുറച്ച് സമയം സോൾഡറിങ് അയൺ വെച്ച് ഉള്ളിലെ ബോർഡിനെ വലിച്ചു പിടിക്കുക. അങ്ങനെ രണ്ടിലും കുറച്ച് സമയം ഒന്ന് മാറി മാറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബോർഡിനെ വലിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലത്തെ ബോർഡ് ഫ്രീ ആയി പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. ഇത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ഇത് നമ്മൾ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ചിലത് ഇതിലുള്ള റെസിസ്റ്റൻസ് ഒക്കെ പോയതുകൊണ്ടും വരാം. ഇവിടെയുള്ള ഈ ഒരു റെസിസ്റ്റർ ഇതിവിടെ ഫ്യൂസായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റോടൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് ആവശ്യമില്ല. ഇത് മാറ്റി വെക്കാം. അതിലുള്ള ഈ മെറ്റൽ ഫ്രെയിമിനെ നമ്മൾ എടുത്തു വെക്കണം. കാരണം നമ്മൾ പുതിയ ബോർഡ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹീറ്റ് സിങ്ക് ആയിട്ട് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്മേന്ന് ആ വയറിനെ ഊരിയെടുത്തതിന് ശേഷം ഇതിനെ ഫ്രീ ആക്കുക. ഇനി നമുക്ക് ഈ കാണുന്ന ബോർഡ് ആവശ്യമില്ല. ഇനി ചെയ്യേണ്ടത് 2 വയറുകളുണ്ട്. ഈ വയറിനെ ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. ഇതിലേക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെയുള്ള ലെഡിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം ഉള്ളിൽ നിന്ന് വയർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. വയർ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ സോൾഡർ ചെയ്താൽ മതി. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഇതേപോലെ അയണെന്ന് വെച്ച് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പോവും. ഇല്ലെങ്കിൽ ഡിസോൾഡറിങ് വിക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വയറിന് ഡിസോൾഡർ ചെയ്തിട്ട് എടുക്കാം. ലെഡിനൊക്കെ ക്ലിയർ ചെയ്ത് ഇതിൻ്റെ ഹോള് വ്യക്തമായിട്ട് കാണുന്ന രൂപത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് ഹോളിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ട്യൂസർ ഉപയോഗിച്ചിട്ടാണ് ഹോള് ക്ലിയർ ചെയ്തിരുന്നത്. നിങ്ങൾക്കൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചാലും മതി. സോൾഡറിങ് ആണ് വെക്കുന്നതോട് കൂടി തന്നെ സേഫ്റ്റി പിന്നും വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹോള് വ്യക്തമായിട്ട് കിട്ടും. ഇനി വേണ്ടത് 2 വയറുകളാണ്. വയറുകൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് ഹോളിലൂടെ വെച്ച് കൊടുക്കുക. രണ്ട് വയറുകൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മടക്കി വെക്കുക. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നീളത്തിലുണ്ടെങ്കിൽ അത്
മുറിച്ച് കളയണം, ഇല്ലെങ്കിൽ ഷോർട്ടാവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. വയറിനെ ഉള്ളിൽ തള്ളിപ്പിടിച്ച് വെച്ചതിന് ശേഷം ഇനി നമ്മൾ സോൾഡർ ചെയ്ത് ഇതിനെ ഉറപ്പിക്കണം. കൃത്യമായിട്ട് ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ ഊരി വെച്ച ഭാഗമുണ്ട്, ഇതിൽ ഈ മെറ്റൽ പ്ലേറ്റിൽ നിന്ന് ഇതിലുള്ള നിലവിലുള്ള LED ഭാഗത്തെ നമ്മൾ ഊരിക്കളയണം. അതിനെ ഒഴിവാക്കിയതിന് ശേഷം ഇവിടുന്ന് വയറുകൾ അതിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുക. ശേഷം നമ്മൾ മേടിച്ചിട്ടുള്ള ബോർഡിനെ എടുത്തിട്ട് ആ ബോർഡിനെ അതിൽ ഉറപ്പിക്കുകയാണ്. ബോർഡിനെ ഉറപ്പിക്കുമ്പോൾ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പോയിൻ്റുകൾ കാണാൻ പറ്റും. ഒരു L എന്ന് കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് N എന്ന് കൊടുത്തിട്ടുണ്ട്. N എന്നുള്ളത് ന്യൂട്രലും L എന്നുള്ളത് ലൈൻ അല്ലെങ്കിൽ ഫേസ് എന്നുള്ളത് അർത്ഥമാക്കുകയാണ്. ഈ 2 പോയിന്റിലേക്ക് നമ്മുടെ വയറിനെ സോൾഡർ ചെയ്ത് കൊടുക്കുക. വയർ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസോ ന്യൂട്രോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏതെങ്കിലും വയറിനെ Nലേക്കും ഒന്നിന് Lലേക്കും മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 2 വയറിനെയും ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും നീളത്തിലുള്ള വയറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കി ഭാഗത്തേക്ക് ഉള്ളിലേക്ക് തന്നെ വലിച്ചു വെക്കുക. വയറെടുക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് നീളമുള്ള വയർ തന്നെ എടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ ഉറപ്പിക്കണമെങ്കിൽ നീളമുള്ള വയറാണെങ്കിൽ കുറച്ചുകൂടെ ഉപകാരപ്രദമാവും. ശേഷം മെറ്റൽ കേസിനെ താഴ്ത്തി വെക്കുക. ഇതിലേക്ക് സ്ക്രൂ ചെയ്യാൻ ഹോള് കറക്റ്റ് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഒരു ഹോള് മാത്രം മാച്ച് ആവുന്നുള്ളൂ. ആ ഹോളിൽ മാത്രം സ്ക്രൂ ചെയ്ത് വെക്കാം. ഈ ബോർഡ് മെറ്റൽ കേസിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ LED പ്രവർത്തിക്കുന്ന സമയത്ത് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. നന്നായിട്ട് ഹീറ്റായി കഴിഞ്ഞാൽ LED കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മെറ്റൽ കേസുമായിട്ട് ബന്ധിപ്പിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശേഷം നമ്മൾ കേസിനെ അടച്ചു വെക്കുക. ഇപ്പോൾ LED റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല പ്രകാശത്തിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്ത ബൾബിനെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ കിട്ടുന്ന അതേ ഒരു 9 വാട്ട് ലൈറ്റ് തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ ബൾബ് കത്തുന്നുണ്ട്. നമുക്കിതിനാകെ ചിലവ് വരുന്നത് വെറും 15 രൂപ മാത്രമാണ്. 15 രൂപക്ക് ഏത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള LED ബൾബിൻ്റെയും ബോർഡ് ഇതുപോലെ മാറ്റി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.